ഗുഡ് മോർണിംഗ്. എന്തുണ്ട് എല്ലാവർക്കും വിശേഷം? ആരും രാവിലെ എണീറ്റുണ്ടാവില്ല അല്ലേ? ഞാൻ ഇത്തിരി നേരത്തെ എണീറ്റു കേട്ടോ. രാവിലെ ചായ ഉണ്ടാക്കി വെച്ചു. രാവിലെ പൊടിപ്പിക്കാനുള്ള അരി വെള്ളത്തിലിട്ടു. ഉഴുന്ന് വറക്കാനുള്ളതാണ് കേട്ടോ. ഇത് നമ്മളെടുത്ത് വെച്ചത് വറക്കാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളോർക്കും ഇതെന്താണെന്നല്ലേ? ഇന്ന് പെസഹ അല്ലേ? അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ രാവിലെ പള്ളിയിൽ പോകണം. അപ്പോൾ പള്ളിയിൽ പോകുന്നതിന് മുമ്പായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പം പെട്ടെന്ന് തീർത്താൽ മാത്രമേ കേട്ടോ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. 6:15 പള്ളിയിൽ കുർബാന. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് പോകണമെന്നുണ്ട്. ഇതുപോലെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കി പണികളുടെ ഒപ്പം തന്നെ ഉഴുന്നൊക്കെ വറുത്ത് വെച്ചു. അപ്പം ഞാൻ പോയി കഴിയുമ്പം അടുപ്പൊക്കെ വെറുതെ ഫ്രീ ആയിട്ട് കിടക്കുമല്ലേ, അതുകൊണ്ട് ഞാൻ അരിയൊക്കെ ഓൾറെഡി അങ്ങ് ഇട്ട് വെച്ചു. അപ്പോൾ ഉഴുന്ന് വറുത്ത് വേഗം ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടു. ചൂടോടുകൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പള്ളി കഴിഞ്ഞൊക്കെ വരുമ്പോഴേക്കും ഇതൊക്കെ നന്നായിട്ട് കുതിർന്ന് കിടന്നോളും. അപ്പോൾ ഞാൻ കലത്തിൽ വെള്ളം എടുത്ത് അതിലേക്ക് അരിയിട്ട് ഓൾറെഡി വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേഗം ഞാനതെടുത്ത് അടുപ്പത്തേക്ക് വെച്ച് തീയൊക്കെ കൂട്ടിയിട്ടു. പിന്നെ രാവിലെ ഏട്ടനിവിടെ ഉണ്ട്, പശുവിനെ കറന്നു കൊണ്ട് വരുമ്പോഴേക്കും പാലൊക്കെ ഒഴിക്കാനുള്ള പാത്രങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീട്ടിൽ നിന്ന് പാല് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഡെയിലി 1/2 ലിറ്ററും 1 ലിറ്ററും ആയിട്ട് അങ്ങനെ പല കുപ്പികളിലും പാത്രങ്ങളിലും നമുക്ക് നിറയ്ക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇന്നലെ രാത്രി ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഞാൻ പുളിമാവൊക്കെ ചേർത്ത് ഞാൻ രാവിലത്തേക്ക് അപ്പത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. ബാക്കി ഇതിൽ കുറച്ച് ഞാൻ മാവ് ചേർക്കാതെ വെച്ചിട്ടുണ്ട്. അതിൽ പകുതി എടുത്തിട്ട് ഞാൻ ഇപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് അതിനകത്തേക്ക് കുറച്ച് പുളിമാവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും വട്ടയപ്പത്തിനുള്ളതാണ് റെഡി ആയിട്ടിരുന്നോളും. അപ്പോൾ ഞാൻ നേരം വെളുത്ത് തുടങ്ങി. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകാനുള്ളതാണ്. അപ്പോൾ ഒരു 6:10 മിനിറ്റ്, 6:15 കുർബാന. പെട്ടെന്ന് റെഡി ആയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സമയം പെട്ടെന്ന് പോകും. അപ്പം ഞാൻ വേഗം റെഡി ആവട്ടെ കേട്ടോ. അപ്പം ഞാനും ഉണ്ട്, 3 മക്കളും ഉണ്ട്. ഞങ്ങളിവിടെ പോണേ. അപ്പോൾ കുഞ്ഞിനെ മാത്രം വിളിക്കുന്നില്ല കേട്ടോ. കുഞ്ഞിനെ വിളിച്ച് കഴിഞ്ഞാൽ അതിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ഇന്ന് പള്ളിയിൽ പോക്കൊന്നും ഉണ്ടാവില്ല. അതിനെ വിളിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം തീർത്ത് വരുമ്പോഴേക്കും കുർബാന ഏതാണ്ട് പകുതിയായിട്ടുണ്ടാവും. അപ്പം ഞാൻ അത്യാവശ്യം റെഡി ആവാനായിട്ട് റൂമിൽ ചെല്ലുമ്പോൾ കാണുന്ന രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അതുവരെ അങ്ങോട്ട് തിരിഞ്ഞ് കിടന്ന കക്ഷിയാണ് കേട്ടോ. നേരെ വേറെ അങ്ങനെ വന്ന് കിടക്കുന്നു. ഇനി ഇതിവിടെ കിടന്ന് ഉറങ്ങിക്കോളും ഏതാണ്ട് ഒരു 7:30 വരെ, എന്നിട്ട് മാത്രമേ കക്ഷി എണീക്കുള്ളൂ. അപ്പോൾ ഇനി ഇവളെ വിളിക്കാൻ നിൽക്കണ്ടല്ലോ, ഞാൻ വേഗം റെഡി ആവട്ടെ കേട്ടോ. പെട്ടെന്ന് റെഡി ആയാലേ എനിക്ക് സമയത്ത് പോകാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അപ്പുറം റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് എൻ്റെ റെഡി ആവലൊക്കെ ഇവിടുത്തെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം തിരിച്ച് വന്നിട്ടാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടിട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ സമയത്ത് വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല. ഇന്ന് പെസഹ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ജോലികൾ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളൊന്നും എഴുന്നേറ്റിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. എഴുന്നേറ്റവരൊക്കെ പയ്യെ ഒരു ചായയൊക്കെ കുടിച്ച് എല്ലാവരും കൂടി ഇരിക്കും കേട്ടോ. ഞാൻ എൻ്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞാലും അവന്മാരൊന്നും റെഡി ആയിട്ടുണ്ടാവില്ല. ഇനി അവന്മാരെല്ലാത്തിനും ഓരോരുത്തരെ വിളിച്ചിട്ട് എന്നെ ഒന്ന് വേഗം ആദ്യം ഒന്ന് കൊണ്ടുവിടുമെന്ന് ചോദിക്കണം. എനിക്ക് ഈ കുർബാന തുടങ്ങി കഴിഞ്ഞിട്ട് പള്ളിയിൽ ചെല്ലുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ഇച്ചിരി നേരത്തെ പോകണം എന്ന് വെച്ചാൽ കുർബാന തുടങ്ങുന്ന സമയത്തെങ്കിലും എനിക്ക് പോകണം. ഒരുപാട് താമസിച്ച് കഴിഞ്ഞാൽ മനസ്സിനൊരു സുഖം കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും പെസഹ വ്യാഴമാണ്, രാവിലെ പള്ളിയിൽ പോകണം. അപ്പം നിങ്ങൾ ചായ കുടിച്ചിരിക്കട്ടോ. ഞാനിന്ന് പള്ളിയിൽ പോയി വെച്ചും വരാം.